കൂട്ടുകാരെ നല്ല മഴയല്ലേ. ഈ മഴക്കാലത്ത് കട്ടിങ്സൊക്കെ പിടിച്ച് കിട്ടാൻ നല്ല എളുപ്പമാണ്. അതുകൊണ്ട് പരമാവധി യൂസ് ചെയ്തോ. ഇവിടെ ഞാനിന്ന് കട്ടിങ്സ് എടുത്തിരിക്കുന്നത് ബിഗോണിയയുടെയാണ്. അത് പിടിപ്പിക്കാനായിട്ട് കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. ഇത് മണൽ കലർന്ന മണ്ണാണേ. ഈ മഴയത്തൊക്കെ ഒഴുകി വരില്ലേ മണൽ, അത് കളക്ട് ചെയ്ത് വച്ചിരുന്നിട്ട് എടുത്തതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലൂടെ ശകലം മണൽ കൂടെ ഇടുന്നുണ്ട്. അത് നമ്മുടെ ചെടിയുടെ സേഫ്റ്റിക്കാണ് കേട്ടോ. ഈ മഴയത്ത് കട്ടിങ്സ് പെട്ടെന്ന് പിടിച്ച് കിട്ടിയാലും അഴുകിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ മുകളിൽ മണലിട്ട് കൊടുത്തത്. അതുപോലെ സാഫ് ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് സാഫ് ഈ മണലുമായിട്ട് മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സ്യൂഡോമോണസ് ഏതെങ്കിലും എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ബിഗോണിയുടെ ഓരോ തണ്ടുകൾ നട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഇലയും പൂക്കളും എല്ലാം നിർത്തിയിരിക്കുന്നത് ഒരു ഭംഗിക്കാണ്. നിങ്ങൾ കാണുമ്പോൾ ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. യഥാർത്ഥത്തിൽ ഇത്രയും ഇലകളൊന്നും നിർത്താൻ പാടില്ല, അതുപോലെ പൂക്കളും നിർത്തരുത്. അതെല്ലാം കട്ട് ചെയ്തിട്ട് വേണം എപ്പോഴും സ്റ്റെം നട്ട് വെക്കാനായിട്ടേ. അപ്പോഴായിരിക്കും ചെടി പെട്ടെന്ന് നമുക്ക് പിടിച്ച് കിട്ടുന്നത്. ഇനി ഇത് ഷേഡി ഏരിയയിൽ മാറ്റി വയ്ക്കണം. ഇപ്പോൾ നല്ല മഴയാണല്ലോ, മഴയത്ത് വയ്ക്കേണ്ട. ഇനി വെയിലാണെങ്കിലും വെയിലത്തും വെക്കാൻ പാടില്ല. നല്ല ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് വേണം ഇത് സൂക്ഷിക്കാനായിട്ട്. ഇനി നല്ല വെയിൽക്കാലമാണെങ്കിൽ ഇടയ്ക്കൊന്ന് ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി പുതിയ ഇലകളൊക്കെ വന്നതിന് ശേഷം മാത്രം ഇത് വെയിലത്തോട്ട് വെച്ചാൽ മതിയാവുമേ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞൻ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ.